ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് ഇന്ന് രാവിലെ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് കാണാതായി എന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞ ആ ഉപകരണമില്ല, ആ സാധനം കണ്ടെത്തി. ടിഷ്യൂ മോസിലേറ്റർ എന്ന ഉപകരണം ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഡോക്ടർ ഹാരിസ് ഹസന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ വിദഗ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിൽ ഉപകരണം കാണാനില്ല എന്ന് പരാമർശിച്ചിരുന്നു. നമ്മൾ ഈ ഹാരിസ് ഹസനെ പോലെ കൃതഹസ്തനായ കമ്മിറ്റഡായ പ്രതിബദ്ധതയുള്ള ഒരു ഡോക്ടർ ഈ സാധനം അടിച്ചുകൊണ്ട് പോയതാണോ എന്ന് സംശയം പൊതുജനങ്ങൾക്കുണ്ടാകുന്ന രീതിയിൽ ഒരു പരാമർശം നടത്തിയത് ആരായാലും അവർ ശരിക്കും മാപ്പ് പറയേണ്ടതാണ്. കാരണം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഒരാൾ മോഷണം നടത്തിയെന്നൊരു ആരോപണം നമ്മൾ ഉന്നയിക്കുകയാണെങ്കിൽ ആ മോഷണം നടത്തിയെന്ന് നമുക്ക് ഉത്തമ ബോധ്യം വേണം. 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് പറയാൻ പാടുള്ളൂ. 99 വെച്ച് നമ്മൾ ഒരു കാരണവശാലും ഒരാൾ മോഷ്ടിച്ചു കാണും എന്ന് വിശ്വസിച്ച് പ്രസ്താവനകൾ നടത്താൻ പാടില്ല. കാരണം ഒരാളിൻ്റെ ആത്മാഭിമാനത്തെ തച്ച് തകർത്ത് കളയും. ഡോക്ടർ ഹാരിസ് ഹസൻ്റെ കാര്യത്തിൽ ഇത് വളരെ സങ്കടമാണ്. അദ്ദേഹത്തിൻ്റെ ഇത് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. നമ്മൾ വിചാരിക്കും ഇത്രയും സീനിയറായ ഒരു ഡോക്ടർ വാർത്താലേഖകർക്ക് മുന്നിൽ വെച്ച് കരയുകയോ എന്നൊക്കെ നമ്മൾ ആലോചിച്ച് കാണും. കാരണം വെള്ളിടിയായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വീണ് കാണും, തീ കോരിയിട്ട് കാണും ഈ പരാമർശങ്ങൾ. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു പരാമർശം, അതും ഈ 10-25 ലക്ഷം രൂപ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ കിട്ടുമായിരുന്ന ഒരാൾ അതെല്ലാം ഉപേക്ഷിച്ച് സർക്കാർ സാലറിയിൽ സർക്കാർ കോൺട്രാക്ടറുകളൊക്കെ അനുസരിച്ച് ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇത്രകാലം പ്രവർത്തിച്ച ഒരാളിനെ അദ്ദേഹത്തിൻ്റെ അഭിമാനത്തെ തച്ച് തകർക്കുകയും അത് കീഴ്മേൽ മറിക്കുകയും ചെയ്തത് ഒരിക്കലും മാപ്പർഹിക്കുന്ന കുറ്റമല്ല. അതുകൊണ്ട് തന്നെ അബദ്ധം പറ്റിയെന്നെങ്കിലും പറയാൻ ഈ ആളുകൾ തയ്യാറാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ തത്സമയം ചേരുകയാണ്. റിനു, ഗുഡ് മോർണിംഗ്. റിനു, ഈ ഉപകരണം എപ്പോഴാണ് കണ്ടുപിടിച്ചത്, എവിടെ കണ്ടുപിടിച്ചു, ഇതിനെക്കുറിച്ച് IMA പോലുള്ള ഏതെങ്കിലും സംഘടന ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ്. SKN ഏറെ വിവാദത്തിന് വഴിവെച്ച ഒരു സാഹചര്യമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ പ്രതികരണം എന്ന് പറയുന്നത്. ഓപ്പറേഷൻ മുടങ്ങുന്നു, ഉപകരണങ്ങളില്ല എന്നുള്ളത് ഇത് വലിയ രീതിയിൽ ഒരു സർക്കാരിനെ തന്നെ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. തുടർന്ന് വിദഗ്ധ സമിതി അന്വേഷണം നടത്തുന്നു. വിദഗ്ധ സമിതിയുടെ അന്വേഷണത്തിലാണ് ഈ ടിഷ്യൂ ഓസിലേറ്റർ എന്ന് പറയുന്ന ഒരു ഉപകരണം കാണാനില്ല എന്നും അത് ഈ യൂറോളജി വിഭാഗം മേധാവിയായിട്ടുള്ള ഹാരിസ് ചിറക്കൽ അത് സമ്മതിച്ചു എന്നുള്ള ഒരു റിപ്പോർട്ട് മന്ത്രിക്ക് നൽകുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മന്ത്രി പറഞ്ഞത് ഇത്തരം ഒരു ഉപകരണം 12 ലക്ഷം രൂപ വില വരും, MB ഫണ്ടിൽ നിന്ന് വാങ്ങിയ ഉപകരണമാണ്. ഈ ഉപകരണം കാണാനില്ല എന്ന് മാധ്യമങ്ങളെ കണ്ട വീണ ജോർജ് പറയുന്ന ഒരു സാഹചര്യം, ഇതിൻ്റെ ഒരു ആരോപണ മുന ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ നേരെ ഉയരുന്നൊരു സാഹചര്യം, അദ്ദേഹം മോഷ്ടിച്ചു എന്നതടക്കമുള്ള ആശങ്ക ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത് കണ്ടെത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നടത്തിയ പരിശോധനയിലാണ് ഈ ഉപകരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ തിയേറ്റർ, അതായത് യൂറോളജി വിഭാഗത്തിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ ഉണ്ട് എന്നിപ്പോൾ സ്ഥിരീകരിക്കുന്നത്. ആ ഒരു റിപ്പോർട്ട് ആരോഗ്യവകുപ്പിന് നൽകുകയും ചെയ്തിട്ടുണ്ട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കണ്ടതാണ്, ഈ ആരോപണം ഉയരുമ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കൽ കരഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങളെ കണ്ടത്. തനിക്കതിൽ പങ്കില്ല, അത്തരം ഒരു ഉപകരണം അവിടെ തന്നെയുണ്ട്, അത് ഉപയോഗിക്കുവാൻ പറ്റുന്നില്ല, അത് ചില അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവിടെ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ എങ്ങനെയാണ് ഈ വിദഗ്ധ സമിതി ഈ റിപ്പോർട്ട് നൽകിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഹാരിസ് ചിറക്കൽ ഇപ്പോൾ അവധിയിലാണ്, 5 ദിവസത്തെ അവധിയിൽ പ്രവേശിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് സർക്കാർ, പക്ഷേ ഒരു തരത്തിലുള്ള വിശദീകരണം അദ്ദേഹം നിലവിൽ നൽകിയിട്ടില്ല. വരുന്ന ദിവസങ്ങളിൽ നാളെയോ മറ്റന്നാളോ ഒക്കെ തന്നെ വിശദീകരണം നൽകും. അതിനു മുമ്പായി ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വേണമെന്നുള്ളൊരു അഭ്യർത്ഥന കൂടി അദ്ദേഹം ആരോഗ്യവകുപ്പിലേക്ക് DMO തലത്തിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ആ റിപ്പോർട്ട് കൂടി ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും അദ്ദേഹം ഒരു വിശദീകരണം നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഈ വിദഗ്ധ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി വീണ ജോർജ് പോലും ഇത്തരത്തിലുള്ളൊരു ആരോപണവുമായി മുന്നോട്ട് വന്നത്. ഈ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് SKN സൂചിപ്പിച്ചതുപോലെ ഇദ്ദേഹം ഹാരിസ് ചിറക്കൽ ഈ ഉപകരണം മോഷ്ടിച്ചു എന്നതടക്കമുള്ള ഒരു ആശങ്ക ചിലർക്കുണ്ടായി എന്നുള്ളതാണ്. ആ വിഷമം, ആ മനോവിഷമം അദ്ദേഹം പങ്കുവച്ചിരുന്നു. കണ്ണീരോടുകൂടിയാണ് മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയും ചെയ്തത്. എന്തായാലും മന്ത്രി വീണ ജോർജിന്റെ ആരോപണത്തിന് മുനയൊടിക്കുന്ന തരത്തിലുള്ള ഈ യന്ത്രം കാണാനില്ല എന്ന് അന്വേഷിച്ചറിഞ്ഞ ഈ അന്വേഷണ കമ്മീഷൻ ഉണ്ടല്ലോ, അതിൽ MBBS എടുത്തവരും MD എടുത്തവരും ഒക്കെ ഉണ്ടല്ലോ, ഇവർക്ക് ഇതൊന്നും അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കൂടുതലൊരു സഹപ്രവർത്തനെ കള്ളനാക്കാൻ തീരുമാനിക്കുമ്പോൾ ഇങ്ങനെ റിപ്പോർട്ട് എഴുതി മന്ത്രിക്ക് ഒരു കുറിമാനം കൊടുക്കുമ്പോൾ ഇത് അവിടെ ഇല്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു മാന്യത ഇവർ കാണിച്ചില്ല എന്നുള്ളത് ഒരുപക്ഷെ നമ്മളെ നമ്മുടെ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ കക്ഷികൾ ആരൊക്കെയാണെന്നും അവരുടെ വിശദാംശങ്ങൾ കൂടി നമ്മൾ പുറത്തുവിടണം. കാര്യം ഇപ്പോൾ അവർ നല്ല പിള്ളയായി,
ഈ റിപ്പോർട്ട് കൊടുത്തുകൊണ്ടാണല്ലോ മന്ത്രി അങ്ങനെ പറഞ്ഞു. ഞാൻ മന്ത്രി ന്യായീകരിക്കില്ല, മന്ത്രി ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. എന്നാൽ ഈ മന്ത്രിക്ക് ഇങ്ങനൊരു കുറിപ്പെഴുതി തയ്യാറാക്കി കൊടുത്ത മെഡിക്കൽ കോളേജിലെയോ അല്ല അതിന് പുറത്തുള്ള ചില ഡോക്ടേഴ്സ് തന്നെയാണല്ലോ. അപ്പോൾ ഈ ഡോക്ടേഴ്സ് ആരൊക്കെയാണെന്ന് കൂടി നമ്മൾ അന്വേഷിച്ചറിയണം. എന്തിനാണ് അവർ ഇങ്ങനെ റിപ്പോർട്ട് കൊടുത്തതെന്നും, അതായത് ഇവരുടെ കയ്യകലത്തുള്ള ഇരിക്കുന്ന ഒരു യന്ത്രം അവിടെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താതെ വീട്ടിലെ മുറിയുടെ മൂലയിൽ ഇരുന്നതെല്ലാം കുത്തി എഴുതി ഉണ്ടാക്കി ഒരു മനുഷ്യൻ്റെ ധാർമ്മികതയെ തന്നെ വെല്ലുവിളിച്ച ഇവരൊന്നും മാപ്പറിയിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇവരെയൊക്കെ നമ്മൾ പറയുന്നില്ല, ബാക്കി നമ്മളങ്ങോട്ട് പറയുന്നില്ല. പറയുന്നു തീർച്ചയായും എസ്കെൻ, കാരണം വിദഗ്ധ സമിതി 3-അംഗ സമിതിയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് MBBS പഠിച്ച ഡോക്ടർമാർ തന്നെയാണ്, മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ അടങ്ങുന്ന സംഘമാണ് ഇത് പരിശോധിച്ചത്. ഈ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു ആരോപണം അവിടെ നിന്ന് ഉയർന്നു കേട്ടു, ഇത്തരം ഒരു ഉപകരണം കാണാതായി എന്നുള്ളൊരു സംശയമാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞത്. ഇത്തരം ഒരു ഉപകരണം, ടിഷ്യൂ ഓസിലേറ്റർ എന്ന് പറയുന്ന ഉപകരണം കാണാനില്ല. പക്ഷേ ഇത് അദ്ദേഹവുമായി സംസാരിച്ചു. ആരോട്? ഈ ഹാരിസ് ചിറക്കലുമായി സംസാരിച്ചു. അദ്ദേഹം യൂറോളജിയുടെ വകുപ്പ് മേധാവിയാണ്. പക്ഷേ അദ്ദേഹം അത് സ്ഥിരീകരിച്ചു, അതിന്റെ ചില ഭാഗങ്ങൾ കാണാനില്ല എന്ന് സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി വീണ ജോർജ് ഇങ്ങനെ ഒരു ഉപകരണം അവിടെ കാണാനേ ഇല്ല എന്നുള്ള ഒരു ആരോപണവുമായി രംഗത്തെത്തി മാധ്യമങ്ങളെ കാണുകയും ചെയ്തത്. പക്ഷേ ആ ഉപകരണം വേറൊരു കാര്യം, അതായത് ഒരു സംശയം വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഔദ്യോഗികമായ റിപ്പോർട്ട് ഗവൺമെന്റ് ഓഫ് കേരളയ്ക്ക് സമർപ്പിക്കുന്ന ഒരു വിദഗ്ധ സമിതി അംഗങ്ങൾ ഇവർ ആദ്യം ഇത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണ്ട ഇത്തരം റിപ്പോർട്ട് എഴുതി സർക്കാരിന് കൊടുക്കാൻ. കാര്യം ഇതൊരു ഔദ്യോഗിക രേഖയായി മാറി. ഒരു മനുഷ്യൻ്റെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തുന്ന ഒരു പരാമർശമാണ് ഇങ്ങനൊരു സംശയം അവർ റിപ്പോർട്ട് രേഖപ്പെടുത്തിയത്. അപ്പോൾ ഇവരുടെ റിപ്പോർട്ട് പൂർണ്ണമായും ഫാൾട്ട് പ്രൂഫ് ആണെന്ന് തെളിയിക്കാനും അത് അങ്ങനെ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടും എഴുതേണ്ട റിപ്പോർട്ട് വളരെ കാഷ്വലായിട്ട് എഴുതി സമർപ്പിച്ച് ഈ ഡോക്ടേഴ്സിൻ്റെ പേരിലാണ് ആദ്യം നടപടിയെടുക്കേണ്ടത്. പിന്നീട് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞവർ മൊത്തമായിട്ട് മാപ്പ് പറയണം എന്നാണ് എനിക്ക് തോന്നുന്നത്. റിനു, തീർച്ചയായും, കാരണം സത്യസന്ധനായിട്ടുള്ള ഒരു ഡോക്ടർ എന്നുള്ളതാണ് ജനങ്ങൾ പോലും പങ്കുവെച്ചത്. അദ്ദേഹം അതാണ് മാധ്യമങ്ങളെ കണ്ട് കണ്ണീരോടുകൂടിയാണ് ഇതിൽ പ്രതികരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഇത്രയും സത്യസന്ധനായ ജോലിയോട് ഒരു സത്യസന്ധത മാന്യത പുലർത്തുന്ന ഒരു ഡോക്ടർ ഈ ഒരു ഉപകരണം മോഷ്ടിച്ചു എന്നുള്ള തലത്തിലേക്ക് ജനങ്ങൾ വിശ്വസിക്കുന്ന തരത്തിലേക്ക് ചില ആരോപണങ്ങളുടെ മുന അത് വലിയ രീതിയിൽ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിൽ ആഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പക്ഷേ ഈ റിപ്പോർട്ടിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് സ്കെയിൻ. ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇവർ വിശദമായിട്ടുള്ള അന്വേഷിച്ചു എന്നുള്ള ഒരു പരാമർശം ആ റിപ്പോർട്ടിൽ ഇല്ല. ഇങ്ങനെ പറഞ്ഞു കേട്ടു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വകുപ്പ് മേധാവിയായിട്ടുള്ള ഹാരിസ് ചിറക്കലിനോട് ചോദിക്കുകയും ചെയ്തു. അത് അദ്ദേഹം സമ്മതിച്ചു എന്നുള്ള ഒരു കാര്യമാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞത്. പക്ഷേ അത് മന്ത്രിക്കും വിശദമായിട്ട് അന്വേഷിക്കാമായിരുന്നു. പറഞ്ഞു കേട്ടതാണ്, പക്ഷേ അത് സത്യമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ മന്ത്രിക്കും ഒന്ന് അന്വേഷിക്കാമായിരുന്നു. പക്ഷേ മന്ത്രി ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് വന്നു, ആ റിപ്പോർട്ടിൽ ഇങ്ങനെ ഈ ഉപകരണം കാണാനില്ല എന്ന് പറയുന്നു. അത് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഹാരിസ് നമ്മൾ ചെറിയ ഒരു സംഭാഷണം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ റിപ്പോർട്ട് എഴുതി വെച്ച ചേട്ടന്മാരെ അവിടെ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടല്ലോ ഈ ഡോക്ടേഴ്സ്, ഇവരെ കണ്ടെന്ന് ചോദിക്കണം എന്താ സഹോദരന്മാർക്ക് പറ്റിയതെന്നുള്ളത്. കാരണം ഇവരിപ്പോൾ റിപ്പോർട്ട് എഴുതി വെച്ച് മാന്യന്മാരായിട്ട് വീട്ടിനകത്ത് ഇരിക്കല്ലേ. കാരണം ഇവരുടെ ഒരു അന്വേഷണ സംഘമല്ലേ വിദഗ്ധ സമിതി എന്നുള്ള നല്ല ഒരു മാന്യതയും അവർ കാണിച്ചിട്ടില്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണല്ലോ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ കണ്ടെന്ന് ചോദിക്കണം. എന്ത് പ്രലോഭനത്താലാണ് നിങ്ങൾ ഈ കാര്യം എഴുതി വിട്ടതും ഇത്തരം സത്യസന്ധനായ ഡോക്ടർ, അതും ലോജിക്കില്ലാത്ത കാര്യം. 14 ലക്ഷം രൂപ വിലയുള്ളൊരു യന്ത്രം വേണമെങ്കിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയാൽ 25 ലക്ഷം രൂപ ശമ്പളം വാങ്ങാൻ കഴിയുന്ന ഒരു ഡോക്ടർ അടിച്ചു മാറ്റി എന്ന സംശയം ബലപ്പെടുത്തുന്ന രീതിയിൽ റിപ്പോർട്ട് എഴുതി സംസ്ഥാനത്തെ ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് കൊടുത്തിട്ട് സമാധാനമായിട്ട് വീട്ടിലിരിക്കുന്ന ആളുകളോട് കണ്ടെന്ന് ചോദിക്കണം എന്താണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് എഴുതി നാട്ടുകാരുടെ മുമ്പിൽ അദ്ദേഹത്തെ മോശക്കാരനാക്കിയതെന്ന്. ഓക്കെ, താങ്ക് യു റിനു ശ്രീധർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.